പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യും. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 40 വർഷം ഞാൻ അർപ്പിച്ച കൃപാന്റെ യുഗതിയാൽ കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിന്റെ മാധ്യസ്ഥ ഇന്ന് അങ്ങയുടെ മക്കളെ പ്രാർത്ഥന കൂടുന്ന എല്ലാ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. കർത്താവ്, കിടപ്പായിപ്പോയവർ, ഇങ്ങനെ ആരോഗ്യമുണ്ട് പക്ഷെ കിടന്നു പോയവർ, ചിലപ്പോൾ അപകടം ഉണ്ടായി കിടന്നു പോയവർ, കർത്താവെ പ്രഷർ വന്ന് കിടന്നു പോയവർ, കർത്താവിൻ്റെ തിരുമുറുവാർന്ന വലതുകരം ആണിപ്പെടുതാടുന്ന അത്ഭുതകരം ആ കിടന്നുപോയ മക്കളുടെ മേൽ ശരീരത്തിൽ തലയ്ക്കപ്പെടട്ടെ. യേശുക്രിസ്തു ഉന്നതമായ നാമത്തിൽ നീ സൗഖ്യം പ്രാപിക്കട്ടെ എന്ന് കൽപ്പിക്കുന്നു. കർത്താവേ, പടലപ്പിണക്കങ്ങളും തൊഴുത്തിൽ കുത്തുമൂലം കുടുംബത്തിൽ കലഹവും കോലാഹലങ്ങളും സമാധാനം നഷ്ടപ്പെട്ട കുടുംബങ്ങൾ, നീ ഏത് ഭവനത്തിൽ പ്രവേശിക്കുമ്പോഴും ആ ഭവന സമാധാനം ആശംസിക്കണം. സമാധാന ദൂതൻ അവിടെ ഉണ്ടെങ്കിൽ നിൻ്റെ സമാധാനോടെ ഭരിക്കും. കർത്താവേ, അടിയൻ്റെ പ്രാർത്ഥന കൊണ്ടും അമ്മയുടെ പ്രത്യക്ഷീകരണം കൊണ്ടും കർത്താവെ ആ കുടുംബങ്ങൾക്ക് സമാധാനം ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. പഠിക്കാൻ പോകുന്ന കുഞ്ഞുങ്ങൾ, പഠിക്കുന്നതിന് വേണ്ടി ഒരുങ്ങുന്ന കുഞ്ഞുങ്ങൾ, കർത്താവെ എന്തെല്ലാം കാര്യങ്ങൾക്ക് വേണ്ടി മക്കൾ വേദനിച്ചുകൊണ്ട് ആശങ്കപ്പെട്ടുകൊണ്ട് കണ്ണുനീരോടെ വിഷമിക്കുന്നുണ്ടോ ആ മേഖലയിലെല്ലാം പരിശുദ്ധാത്മ പ്രവർത്തിച്ചുകൊണ്ട് നിൻ്റെ വിഷയത്തിൽ ദൈവം തീരുമാനമെടുക്കാൻ പോകുന്നു. കർത്താവിൻ്റെ മുമ്പിൽ നീ ജാഗ്രതയോടെ പെരുമാറുക. കർത്താവെ, അകലം വിട്ടുപോകുന്നവർ, രാജ്യം വിട്ടുപോകുന്നവർ, വീട് വിട്ടുപോകുന്നവർ, ഞങ്ങൾ കണ്ണുമ്പിൽ മറയുന്നവർ കർത്താവിൻ്റെ കൃപയാൽ നിറക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവെ, ജോലിയില്ലാത്തതിൻ്റെ പേരിൽ വിസ പുതുക്കാത്തതിൻ്റെ പേരിലും യാത്രയ്ക്ക് നാട്ടിലേക്ക് വരാൻ പറ്റാത്തതിൻ്റെ പേരിലും തിരിച്ചു പോകാൻ പറ്റാത്തതിൻ്റെ പേരിലൊക്കെ കുടുങ്ങിക്കിടക്കുന്നവർ, എൻ്റെ കർത്താവിൻ്റെതുമായ എന്തെങ്കിലും ബന്ധനങ്ങളെ ഞാൻ അർപ്പിച്ച 40 വർഷത്തെ ബലിയുടെ ശക്തിയാൽ ബന്ധിക്കുന്നു, അഴിച്ചു മാറ്റുന്നു. കർത്താവിൻ്റെ കരുണ നിന്നെ ആവശ്യിക്കുകയും നീ വിടുതൽ പ്രാപിക്കുകയും ചെയ്യട്ടെ. ഐ കമാൻഡ് യു ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, യു ബി ഹീൽഡ് ആൻഡ് ഡെലിവേർഡ്. പിതാവും പുത്രനും പരിശുദ്ധാത്മാവിനും നീക്കും. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട്
മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, വിവേചനപരമാണ്, പരിശുദ്ധാത്മാവിൻ്റെ ഒരു പ്രധാനപരമാണ്. നമ്മൾ ചോദിച്ചാൽ ആർക്കും ദൈവം തരും. കാര്യം ദാനം എല്ലാവർക്കും ലഭിക്കുന്നതല്ലേ പറഞ്ഞിരിക്കുന്നത്. ലുക്കായുടെ സുവിശേഷം 12:56. കപടനാട്യക്കാരെ ഭൂമിയുടെയും ആകാശത്തിന്റെയും ഭാവഭേദം വ്യാഖ്യാനിക്കാൻ നിങ്ങൾക്കറിയാം. എന്നാൽ ഈ കാലത്തെ വ്യാഖ്യാനിക്കാൻ നിങ്ങൾക്ക് അറിയാത്തത് എന്തുകൊണ്ട്? കാലത്തെ വ്യാഖ്യാനിക്കാൻ കഴിയണം. ഓരോരോ സമയം വരുമ്പോഴും എന്താണ് സംഭവിക്കാൻ പോകുന്നത്, അതെന്തിനു വേണ്ടിയാണ്, നമ്മൾ എവിടെയൊക്കെയാണ് കരുതലെടുക്കേണ്ടത്, ഇങ്ങനെ ഇതിനെല്ലാം കൂടി ചേർത്ത് പറയുന്ന വാക്കാണ് ഡിസേൺമെൻ്റ് എന്ന് പറയുന്നത്. ഡിസേൺമെൻറ്റ് ചിന്തിക്കുമ്പോൾ കിട്ടേണ്ടതല്ല, ഓട്ടോമാറ്റിക്കായിട്ട് കിട്ടേണ്ടതാണ്. കർത്താവ് ചോദിക്കുന്ന ചോദ്യമില്ലേ, വാട്ട് സ്പിരിറ്റ്സ് ലീഡ്സ് യു? അപ്പോൾ അവരുടെ സ്പിരിറ്റ് എന്താണെന്ന് മനസ്സിലായി, ശരിക്ക് സ്പോട്ടിൽ മനസ്സിലാക്കണം. ലുക്ക 9:54. ഏത് വിധത്തിലുള്ള ആത്മാവാണ് നിങ്ങൾക്കുള്ളത് എന്ന് നിങ്ങൾ അറിയുന്നില്ല. ഇതിനാണ് വിവേചനം എന്ന് പറയുന്നത്. ഒരു സംഭവം കേൾക്കുമ്പോൾ വിവേചനം നമുക്ക് ഇപ്പം ഞങ്ങൾക്കൊക്കെ ഇത് കൂടാൻ പറ്റത്തില്ലല്ലേ. ഒരാൾ നിറച്ചിങ്ങനെ ആൾക്കാർ നിൽക്കുകയല്ലേ, സെക്കൻഡുകൾക്കുള്ളിൽ റിസൾട്ട് പറഞ്ഞു പോകണ്ടേ. അപ്പോൾ സ്വാഭാവികമായിട്ട് അവർ പറയണത് യെസ് ഓർ നോ പറയേണ്ടി വരും. ചിലപ്പോൾ യെസ് നോ പറയേണ്ടി വരും. അതിന് നമ്മൾ നല്ല എന്നാൽ തന്നെ ജാഗ്രത വേണം, ദൈവജാഗ്രത വേണം, ദൈവമായിട്ട് നല്ല റിലേഷൻസ് വേണം. ഈ വിവേചനത്തിൻ്റെ ഏറ്റവും വലിയ സംഭവം എന്താ അറിയുക, വെളിപാടുകളാണ്. കഴിഞ്ഞാൽ എന്നെ സ്നേഹിക്കുന്നവനെ ഞാൻ എന്നെ തന്നെ വെളിപ്പെടുത്തുന്നില്ല. യോഹന്നാൻ 14:21. എന്റെ കൽപ്പനകൾ സ്വീകരിക്കുകയും പാലിക്കുകയും ചെയ്യുന്നവനാണ് എന്നെ സ്നേഹിക്കുന്നത്. എന്നെ സ്നേഹിക്കുന്നവനെ എന്റെ പിതാവും സ്നേഹിക്കും. ഞാനും അവനെ സ്നേഹിക്കുകയും എന്നെ അവന് വെളിപ്പെടുത്തുകയും ചെയ്യും. ഇതാണ് ഒരു പ്രശ്നം. വിവേചന വരത്തിന് സഹായിക്കുന്നത് വിവേചനം ഒരു വെളിപാടാണ്. ശരിക്കും കർത്താവുമായി നല്ല ബന്ധമുള്ളവരാകുമ്പോൾ അതിനകത്തുള്ള വിഷയം നമ്മൾ നശിക്കാൻ ദൈവം ആഗ്രഹിക്കത്തില്ല, നമുക്ക് തെറ്റുവരാൻ ദൈവം അനുവദിക്കത്തില്ല. അതാണ് എൻ്റെ നിർമ്മലൻ അഴിഞ്ഞു പോകാൻ അനുവദിക്കത്തില്ല. അതെല്ലാം ഇൻ്റർകണക്റ്റഡ് ആണ്. സങ്കീർത്തനം 16:10. അവിടുന്ന് എന്നെ പാതാളത്തിൽ തള്ളുകയില്ല. അങ്ങയുടെ പരിശുദ്ധൻ ജീർണിക്കാൻ അനുവദിക്കുകയില്ല. നമുക്ക് ഇടറുണ്ടാകാൻ ദൈവം അനുവദിക്കത്തില്ല. അതുകൊണ്ട് അപ്പം തന്നെ പറയും ഇത് ശരിയാണ് അല്ലെങ്കിൽ തെറ്റാണെന്ന് പറയും. വിവേചനപരത്തിൻ്റെ ഒരു സോഴ്സ് ഇൻറ്റിമസിയാണ്. ശരിക്കും ഡിസേൺമെൻറ്റ് ഔട്ട് ഓഫ് ഇൻറ്റിമസിയാണ് വരുന്നത്. നമ്മൾ ഇത്രയും നാൾ പഠിച്ച ദൈവശാസ്ത്രങ്ങളല്ല അതിൻ്റെ അകത്ത് വരുന്നത്. ഇതൊരു കരിസ്മാറ്റിക് തിയോളജിയാണ് അതിനകത്ത് വരുന്നത്. അതിൻ്റെ വെളിച്ചത്തിലാണ് കാര്യം ദൈവശാസ്ത്രജ്ഞന്മാരല്ല ശരിക്കും ബൈബിളിൻ്റെ ഉപകരണമായിട്ട് വന്നത്, അപ്പോസ്റ്റലിക് കരിസ്മാറ്റിക്സാണ്. അതാണ് വിഷയം. അവർക്ക് വെളിപ്പെട്ട് കിട്ടിയ കാര്യങ്ങളാണ്, ദൈവസ്നേഹത്തിൽ അവർക്ക് വെളിപ്പെട്ട് കിട്ടിയ കാര്യങ്ങളാണ്
അതിൽ നമ്മൾ പിന്നീട് ദൈവശാസ്ത്രം കണ്ടെത്തിയതാണ്. ഈ അപ്പോസ്തലന്മാർ പറഞ്ഞത് ദൈവ അനുഭവങ്ങൾ അധിഷ്ഠിതമായിട്ടുള്ള വെളിപാടുകളാണ് പറഞ്ഞിരിക്കണേ. അതിൻ്റെ അകത്തൊന്നാണ് വിവേചനം എന്ന് പറയുന്നത്. വിവേചനത്തിൻ്റെ സോഴ്സാണ്. അപ്പം എപ്പോഴും എൻ്റെ മക്കൾ ദൈവസ്നേഹമുള്ളവരായിരിക്കാൻ, ആ സ്നേഹം ദൈവത്തിനെ കൂടി മനസ്സിലാക്കാൻ വേണ്ടി ശ്രദ്ധിച്ചാൽ വിവേചനം പെട്ടെന്നുണ്ടാകും. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ. പിന്നെ പിറ്റേ ദിവസം അച്ഛൻ ഷുഗർ ടെസ്റ്റ് ചെയ്യാൻ പോയി. എൻ്റെ അച്ഛൻ പീരുമേട്ടിലാണ്, ഞാനിവിടെ കുമ്പനാട്ടാണ്. ഞാൻ ഹസ്ബൻഡ് ജോലിക്ക് പോയതിന് ശേഷം ഞാൻ അവിടെ ഇരുന്ന് എപ്പോഴും പോയതിന് ശേഷം ഒരു 2-3 മണിക്കൂർ ഞാനും അമ്മയും തമ്മിലുള്ള വർത്തമാനമാണ്, പ്രാർത്ഥനയാണ്. അപ്പോൾ അങ്ങനെ ഞാൻ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയൊക്കെ ചൊല്ലി പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞ് ബൈബിള് വായിക്കാനെടുത്തപ്പോൾ അച്ഛൻ വിളിച്ചു. ഞാൻ ചോദിച്ചു, അച്ഛൻ ഷുഗർ ടെസ്റ്റ് ചെയ്തോ? പറഞ്ഞു ചെയ്തു. റിസൾട്ട് എത്രയുണ്ട്? 90. ഞാൻ അവിടെ ഇരുന്നുകൊണ്ട് ബൈബിള് നെഞ്ചോട് അടുക്കി പിടിച്ച് അലറിക്കരഞ്ഞു. ഞാൻ പറഞ്ഞു, അമ്മ എൻ്റെ കൂടെ ഉണ്ടെന്നുള്ളതിൻ്റെ തെളിവ് എനിക്ക് ഇതിൽ കൂടുതലൊന്നും വേണ്ട. ഞാനത് ഒത്തിരി പേരോട് പറഞ്ഞു, അമ്മ എനിക്കിങ്ങനെ അനുഗ്രഹങ്ങൾ തന്നു എന്നൊക്കെ. പിന്നീട് അതും ഒരു സാക്ഷ്യമാക്കി ഞാൻ ഇവിടെ പറയുകയാണ്. പിന്നീട് എൻ്റെ ഹസ്ബൻഡിന് വർഷങ്ങളായിട്ട് നടുവിന് വേദനയാണ്. ജോലി സംബന്ധമായിട്ടുള്ള സ്ട്രെസ്സും മറ്റു കാര്യങ്ങളും, വാഹനങ്ങളൊക്കെ ബൈക്കൊക്കെ ഓടിക്കുന്ന സമയത്തുമൊക്കെ ഭയങ്കര നടുവിന് വേദനയുള്ള വ്യക്തിയാണ്. വന്നതിന് ശേഷം രാത്രിയിലൊക്കെ എണീറ്റിരിക്കും, നടുവിന് വേദനയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ടാബ്ലറ്റ് എടുക്കും, ബാമൊക്കെ പുരട്ടും, രാത്രി ഉറക്കമില്ലാതെ എണീറ്റിരുന്ന് തിരുമുക, ഇതൊക്കെയാണ്. പക്ഷേ ഇവിടെ ഉടമ്പടി എടുത്തിട്ട് പോയതിന് ശേഷം വാഹനം, കാറും ബൈക്കും എല്ലാം ഓടിക്കുന്നുണ്ട്. ഒരുപാട് സ്ട്രെസ്സുള്ള ജോലിയൊക്കെയാണ്. പക്ഷേ ഇന്ന് വരെ ഹസ്ബൻഡിന് നടുവിന് വേദന ഉണ്ടായിട്ടില്ല. നടുവിന് വേദനയുടെ പേരും പറഞ്ഞ് ഒരു മരുന്ന് കഴിക്കുകയോ ബാം പുരട്ടുകയോ ഒന്നും ചെയ്തിട്ടില്ല. അതും എൻ്റെ അമ്മ മാതാവ് ഉടമ്പടിയിലൂടെ എനിക്കത് സാധിച്ചു തന്നു. പിന്നെ എൻ്റെ സഹോദരിക്ക് കിട്ടിയ ഒരു സൗഖ്യമാണ്. എൻ്റെ അച്ഛൻ്റെ സഹോദരിക്ക് ക്യാൻസറായിരുന്നു. അപ്പം ആ ക്യാൻസർ ബ്ലഡിൽ വ്യാപിച്ചിട്ടുണ്ടെന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ ഓപ്പറേഷൻ, കീമോ എല്ലാം കഴിഞ്ഞു, ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ഡോക്ടേഴ്സ് അപ്പച്ചിയുടെ മോളോട് പറഞ്ഞു, ചേച്ചി എന്നോട് പറഞ്ഞു, ഡോക്ടർ പറഞ്ഞു ഓപ്പറേഷൻ റിസ്ക്കാണ്, പ്രതീക്ഷിക്കാൻ എന്ത് വേണേലും സംഭവിക്കാം, ഞങ്ങൾ ഉറപ്പൊന്നും തരത്തില്ല, അതുകൊണ്ട് നിങ്ങൾ ഏത് വേണേലും എന്ത് റിസൾട്ടാണേലും പ്രതീക്ഷിച്ചോണം, ആളെ കിട്ടുമെന്ന് ഉറപ്പില്ല, അത്രയും റിസ്ക്, മണിക്കൂറുകൾ നീളുന്ന ഓപ്പറേഷനാണ് എന്നാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത് എന്ന് പറഞ്ഞു. അപ്പം എനിക്കത് കേട്ടപ്പോൾ ഭയങ്കര സങ്കടമായിപ്പോയി. കാരണം ഞാനൊരു അമ്മയില്ലാത്ത ഒരാളാണ്. അമ്മയില്ല എനിക്ക്. എൻ്റെ അമ്മ മരിച്ചിട്ട് 6 വർഷമായി. അപ്പോൾ ഞാൻ ഒന്നും വേണ്ടിയില്ല. ഞാൻ പറഞ്ഞു, ഒന്നും വരില്ല, നീ സമാധാനമായിട്ടിരിക്കുക എന്ന് പറഞ്ഞിട്ട് ഞാൻ അന്ന് ഉപവാസം എടുത്തു. അപ്പച്ചീനെ ഓപ്പറേഷൻ കേട്ടുന്ന സമയം മുതൽ ഞാൻ ഉപവാസം എടുത്തിരുന്ന് പ്രാർത്ഥിച്ച് ഞാൻ കണ്ണീരോടെ പ്രാർത്ഥിച്ചു, അമ്മേ എനിക്കോ അമ്മയില്ല, അപ്പോൾ അവൾക്കെങ്കിലും നീ അമ്മയെ തിരിച്ചു കൊടുക്കണം. ഒരു അമ്മയില്ലാത്തതിൻ്റെ ബുദ്ധിമുട്ട് എത്രത്തോളം ഉണ്ടെന്നുള്ളത് ഞാൻ അനുഭവിച്ചറിയുന്നവളാണ്. അപ്പോൾ നീ അവൾക്ക് അമ്മയെ കൊടുക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഓപ്പറേഷൻ കഴിഞ്ഞു, ഞാൻ പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞു, ഞാൻ എണീറ്റു. ഉടനെ 1 മണിയായപ്പോൾ ഞാൻ എണീറ്റു. 1:10 അവൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ചേച്ചി ഓപ്പറേഷൻ കഴിഞ്ഞു, ഒരു കുഴപ്പവും ഇല്ല, അപ്പച്ചിയെ കണ്ടു, പാതി മയക്കത്തിലാണ്, ഒരു കുഴപ്പവും ഇല്ല, 15 ദിവസം കഴിഞ്ഞിട്ടേ ഡിസ്ചാർജ് ചെയ്യുള്ളൂ എന്ന് പറഞ്ഞ എൻ്റെ അപ്പച്ചീനെ 5-ാം പക്കം വീട്ടിലെത്തി, ഒരു കുഴപ്പമില്ല. അവൾ വിളിച്ചപ്പോൾ പറയുക, ഒരു ഓപ്പറേഷൻ കഴിഞ്ഞ ഒരു വ്യക്തിക്ക് വേദനയുണ്ടാകും, കുളിക്കുമ്പോഴും നടക്കുമ്പോഴൊക്കെ വേദനയുണ്ടാകും, എന്താണെന്നറിയില്ല. അമ്മയ്ക്ക് ഒരു വേദനയും ഇല്ല, അമ്മ കുളിക്കുമ്പോഴും ഒരു നീറ്റൽ പോലും ഇല്ല, ഒരു വേദനയോ ഒന്നുമില്ല ചേച്ചി, എല്ലാം തന്നെയാണ് ചെയ്യുന്നത് എന്ന് പറഞ്ഞു. ഞാൻ എൻ്റെ അമ്മയോട് നന്ദി പറഞ്ഞു. ഞാൻ അവളോട് പറഞ്ഞില്ല, അവർക്ക് വിശ്വാസമുണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല, പക്ഷേ ഞാൻ പറഞ്ഞില്ല. ഞാൻ പറഞ്ഞു, എൻ്റെ അമ്മയോട് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അവരുപവാസമൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല, പക്ഷേ ഞാൻ എടുത്തു. കാരണം ഒരമ്മയുടെ വില എന്താണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാമായിരുന്നത് കൊണ്ട് ഞാൻ അതൊരു പ്രാർത്ഥനയായിട്ട് അമ്മയോട് അപേക്ഷിച്ചു. അമ്മ എനിക്കതിന് മറുപടിയും തന്നു. അങ്ങനെ അതും എൻ്റെ അമ്മ മാതാവ് ഈ ഷോപ്പയിലൂടെ എനിക്ക് നേടിത്തന്ന അനുഗ്രഹമാണ്. അതിനും 1000 നന്ദി
ഞാൻ അമ്മയോടും ഈശോപ്പയോടും പറയുകയാണ്. കാരുണ്യ പ്രവർത്തികൾ ചെയ്യുന്നത് വൃദ്ധസദനങ്ങളിൽ പ്രായമായുള്ള അമ്മച്ചിമാരെയൊക്കെ മഹാത്മജ ഓർഫനേജ് എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ പോയി ഫുഡിനുള്ള പേയ്മെൻ്റ് എല്ലാം ചെയ്യും. ഫുഡെല്ലാം അറേഞ്ച് ചെയ്യും. പിന്നെ ഇൻഫൻറ്റ് ജീസസ് ഓർഫനേജ് എന്ന് പറഞ്ഞിട്ടൊരു കുഞ്ഞു അനാഥ മക്കളെയൊക്കെ പാർപ്പിക്കുന്നവരിടമുണ്ട്. അവിടെ പോയി ഡയപ്പർ, പിന്നെ അവർക്ക് കുഞ്ഞു മക്കളൊക്കെ ഉണ്ടല്ലോ, അവർക്കുള്ള ഫുഡ് അതെല്ലാം അവിടെ കൊണ്ട് കൊടുക്കും. ഞാൻ ആ കുഞ്ഞു പിള്ളേർക്ക് കഴിക്കാൻ പറ്റുന്ന ഫുഡൊക്കെ ഞാൻ വീട്ടിൽ നിന്ന് തന്നെ പാകം ചെയ്ത് ഞാൻ കൊണ്ടുപോയി കൊടുക്കും. പിന്നെ ഒരു തിരുവല്ലയിൽ ഒരു മോനുണ്ട്, ഒരു മുസ്ലിം ഫാമിലിയാണ്. ആ മകന് 7 വയസ്സുണ്ട്, പക്ഷേ 2 വയസ്സിൻ്റെ വളർച്ച മാത്രമേ ഉള്ളൂ. കിടക്കയിൽ നിന്നും എണീക്കില്ല. ആ മകൻ 1 മാസത്തെ മരുന്നിന് തന്നെ ഏതാണ്ട് 5000 രൂപയാകും. അപ്പോൾ ആ മരുന്നുകൾ ഇപ്പം ഉടമ്പടി എടുത്തതിന് ശേഷം ഞാനാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഡയപ്പർ എല്ലാം തന്നെ, ഫുഡ് എല്ലാം തന്നെ എന്നെക്കൊണ്ടാവും വിധമൊക്കെ ഞാൻ വാങ്ങിച്ചു കൊടുക്കാറുണ്ട്. അപ്പോൾ ഇതിനു മുമ്പും ഉടമ്പടി എടുക്കുന്നതിന് മുമ്പും എനിക്ക് ഞാനും എൻ്റെ ഹസ്ബൻഡും ആരെങ്കിലും ഇങ്ങനെ സഹതാപം ഇങ്ങനെ സഹായമൊക്കെ ചോദിച്ചു വരുമ്പോൾ ഞങ്ങൾ ചെയ്യാറുണ്ടായിരുന്നു. പക്ഷേ ഈ ഉടമ്പടി എടുത്തതിന് ശേഷം കൂടുതൽ എൻ്റെ ഈശോയെ കണ്ടുകൊണ്ട്, എൻ്റെ ഈശോപ്പയ്ക്ക് വേണ്ടിയിട്ട്, എൻ്റെ ഈശോപ്പയെ സ്നേഹിച്ചുകൊണ്ട് അതെല്ലാം ചെയ്യാനായിട്ടുള്ള കൃപ എനിക്ക് കിട്ടി. പിന്നെ പത്രം കൊടുക്കുന്നത് ഓട്ടോ സ്റ്റാൻഡുകളിൽ, കടകളിൽ, പിന്നെ ഹോസ്പിറ്റലുകളിൽ, ഇങ്ങനെയൊക്കെയാണ് ഞാൻ പത്രം കൊടുത്തുകൊണ്ടിരിക്കുന്നത്. പത്രം കൊടുക്കുമ്പോഴും ഞാൻ പ്രാർത്ഥിക്കും. വിശ്വാസ പ്രമാണം ചൊല്ലി ഞാൻ പത്രം പ്രാർത്ഥിച്ചിട്ട് ഞാൻ അമ്മയോട് പറയും, അമ്മേ ആർക്കിത് കൊടുക്കുമെന്ന് എനിക്കറിയില്ല, ഞാൻ ഈ പത്രവുമായിട്ട് ഇറങ്ങുവാണ്. അപ്പോൾ ഇത് ആർക്കാണോ കൊടുക്കേണ്ടത് അവരെ എൻ്റെ മുന്നിൽ എത്തിക്കണം. ഞാൻ ഇത് കൊടുക്കുമ്പോൾ ആ വാങ്ങിക്കുന്ന കരങ്ങളെയും ആ കുടുംബത്തെയും അമ്മ മാതാവ് അനുഗ്രഹിച്ച് എൻ്റെ അമ്മയുടെ സാക്ഷിയാക്കി അവരെ മാറ്റണം. ഞാൻ അവർക്ക് എൻ്റെ ഈശോയിലേക്ക് അടുക്കുവാനായിട്ട് ഞാനൊരു നിമിത്തമായി മാറുവാനുള്ള കൃപ അമ്മ എനിക്ക് നൽകണം. ആ കുടുംബത്തെയും ആ വ്യക്തികളെയും ഓരോരുത്തരെയായിട്ട് അമ്മ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഞാൻ ആ പത്രം കൊടുക്കാറ്. ഞാനാണ് ഉടമ്പടി എടുത്തതെങ്കിലും എൻ്റെ ഹസ്ബൻഡ് ഇതിൽ വലിയ ഒരു വിശ്വാസമുണ്ട്, എന്നാൽ വലിയ ആഴത്തിലുള്ള വിശ്വാസമുണ്ടോയെന്ന് ചോദിച്ചാൽ ഇല്ലായിരുന്നു. പക്ഷേ ഇവിടെ വന്നതിന് ശേഷം ഒരു ക്ഷമയില്ല, പെട്ടെന്ന് പോകണം, കാര്യം സാധിക്കണം, അങ്ങനെയുള്ള ഒരാളാണ്. പക്ഷേ ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കാൻ നേരം ഞാൻ എങ്ങനെ നിൽക്കുമെന്നൊന്നും എനിക്കറിയില്ലായിരുന്നു. പക്ഷേ ഒരു ബുദ്ധിമുട്ടും കൂടാതെ എൻ്റെ ഹസ്ബൻഡ് വൈകുന്നേരം, ഞാനിവിടെ 8:30 വന്ന ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങുമ്പോൾ 4:30 അതുവരെ ഒരു കുഴപ്പമില്ലാതെ ക്ഷമയോടെ നിൽക്കുകയും, പിന്നെ ഉടമ്പടി എടുത്തു കഴിഞ്ഞാൽ പത്രം വാങ്ങിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ എൻ്റെ ഹസ്ബൻഡ് പറയും ഞാനും കൂടെ കൊടുക്കാം എന്ന് പറഞ്ഞിട്ട് പുള്ളി ഓഫീസിൽ പോകുമ്പോൾ പത്രം കൊണ്ടുപോകും. അവിടെ കടകളിൽ, ഓഫീസുകളിലെ സ്റ്റാഫിനോ, പിന്നെ റോഡിൽ ഇങ്ങനെ ഓട്ടോക്കാർക്ക്, അങ്ങനെയൊക്കെ എൻ്റെ ഹസ്ബൻഡും പത്രങ്ങളൊക്കെ കൊടുക്കാറുണ്ട്. പിന്നെ ഇവിടെ ഒക്ടോബർ 28 ഞാനത് സിസ്റ്ററിനോട് പറഞ്ഞില്ല, ഇവിടെ ജപമാല റാലി ഉണ്ടായിരുന്നു. എനിക്കതിന് വരണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. പക്ഷേ എനിക്ക് ഒരു കൂട്ടില്ല, അത്രയും ദൂരം എനിക്ക് വരാനായിട്ട് തനിയെ അറിയില്ല. അപ്പം എനിക്ക് വരാൻ പറ്റിയില്ല. ഇവിടുത്തെ തിരക്കും കാര്യങ്ങളുമായിട്ട് എൻ്റെ ഹസ്ബൻഡിന് തിരക്കായതുകൊണ്ട് എന്നെ കൊണ്ടുവരാൻ സാധിച്ചില്ല. എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു. ഞാൻ അമ്മയോട് പ്രാർത്ഥിച്ചു, അമ്മേ ജപമാലയ്ക്ക് വരണം എന്നൊക്കെ എനിക്ക് ഭയങ്കര ആഗ്രഹമാണ്. ജപമാല ചൊല്ലാനൊന്നും എനിക്കറിയില്ലായിരുന്നു. ഒരമ്മച്ചിയാണ് എനിക്ക് ഒരു ജപമാല തന്നിട്ട് അത് ചൊല്ലേണ്ട വിധം പഠിപ്പിച്ച് തന്നത്. അന്നു മുതൽ ഇന്ന് വരെയും ജപമാല മുടങ്ങാതെ ചൊല്ലാറുണ്ട്. ബൈബിള് ഞാൻ ഉടമ്പടി എടുക്കുന്നതിന് മുമ്പേ എനിക്ക് എൻ്റെ ഈശോയിൽ വിശ്വാസമുണ്ട്. അപ്പോൾ എൻ്റെ അമ്മ എനിക്ക് ഒരു ബൈബിൾ തന്നിട്ടുണ്ടായിരുന്നു. ആ ബൈബിള് ഞാൻ ഉടമ്പടി എടുക്കുന്നതിന് മുമ്പ് തന്നെ ഒരു തവണ മുഴുവൻ വായിച്ച് തീർത്തതാണ്. പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു ഈശോയോട്. പക്ഷേ ഉടമ്പടി എടുത്തതിന് ശേഷം ഇപ്പോൾ 2ാം തവണ വായിച്ചു കൊണ്ടിരിക്കുവാണ്. അങ്ങനെ മൊത്തത്തിൽ ഇപ്പോൾ 3ാമത്തെ തവണയാണ്. 3ാമത്തെ തവണ പകുതിയോളം ബൈബിള് വായിച്ചു. അങ്ങനെ 3 തവണയോളം ബൈബിള് വായിക്കാനായിട്ടുള്ള അനുഗ്രഹവും മാതാവ് തന്നു. പിന്നെ ജപമാല റാലിയിൽ പങ്കെടുക്കുവാൻ എനിക്ക് കഴിഞ്ഞില്ല. പക്ഷേ ഞാൻ അതിനൊത്തിരി സങ്കടപ്പെട്ടു. മാതാവിനോട്, അമ്മ ഞാൻ ഒത്തിരി ആഗ്രഹിച്ചിരുന്നിട്ട് എനിക്ക് പങ്കെടുക്കാൻ പറ്റിയില്ലല്ലോ എന്നോർത്തുകൊണ്ട്. പക്ഷേ
അന്ന് ഞാൻ പെട്ടെന്നൊരു തീരുമാനം എടുത്തു. ഞാൻ ഉപവാസം എടുത്തിട്ട് ഇവിടെ ജപമാല റാലി തുടങ്ങിയ സമയം മുതൽ എൻ്റെ വീട്ടിൽ എൻ്റെ ഹസ്ബൻഡ് ജോലിക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ ഞാൻ തന്നെയേ ഉള്ളൂ. അപ്പോൾ ഞാൻ വീടിന് ചുറ്റും വേറെ വീടുകളൊക്കെ ഉള്ളതുകൊണ്ട് പുറത്തൂടെ നടക്കാൻ പറ്റില്ല. ഞാൻ വീടിനുള്ളിൽ മുഴുവൻ റൂമിലും ഹാളിലും എല്ലാം കയറി ഇറങ്ങി നടന്ന് ഒരു 3 മണിക്കൂറോളം ഫുൾ ജപമാല ചൊല്ലി തീർത്തു. അങ്ങനെ ഇവിടുന്ന് ജപമാല റാലി അർത്തങ്കൽ പള്ളിയിൽ എത്തുന്ന ആ ടൈമും കൊണ്ട് ഞാൻ വീടിനുള്ളിൽ മുഴുവൻ നടന്ന് ജപമാല ചൊല്ലി തീർത്തു. അങ്ങനെ എനിക്ക് എൻ്റെ അമ്മ മാതാവിനോട് അങ്ങനെയും എനിക്ക് പ്രാർത്ഥിക്കാനായിട്ടും എൻ്റെ ഈശോയിലും അമ്മയിലും എനിക്ക് അടുക്കാനായിട്ടും എനിക്ക് സാധിച്ചു. പിന്നെ ഇപ്പം ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്, അമ്മ എൻ്റെ നിയോഗങ്ങൾ ഞാൻ അമ്മയ്ക്ക് മുമ്പാകെ സമർപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ആദ്യമൊക്കെ എനിക്ക്